അടുത്ത് ഇവിടെ വാർത്ത ഉണ്ടാക്കാൻ എന്താ നിന്നോട് ആര് പറഞ്ഞേ? ക്യാൻസൽ ചെയ്തത് ആ വാർത്ത ക്യാൻസൽ ചെയ്യുക. ആയിക്കോട്ടെ, വാർത്ത ക്യാൻസൽ ചെയ്യാനാ പറഞ്ഞത്. അതേ അവന്തിക, വാർത്ത നമ്മൾ കൊടുക്കുന്നതിന് തടയുന്ന തരത്തിലുള്ളൊരു സമീപനമാണ് ഈ അഭിഭാഷകയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അവന്തിക കൈരളിയുടെ മൈക്ക് തട്ടി പറയുന്ന അത്തരത്തിൽ വാർത്ത കൊടുക്കുന്നതിനെ തടയുകയാണ് ഇപ്പോൾ അഭിഭാഷകയായിട്ടുള്ള. നീ കൊടുത്ത വാർത്ത ഏതാ മോളെ? നീ കൊടുത്ത വാർത്ത ഏതാ? നീ കൊടുത്ത വാർത്ത ഏതാ കൊച്ചേ? എന്റെ പുറകെ നടന്നുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ലടാ. മാം കേരള ഹൗസിൽ എത്തിയിട്ടുണ്ട് എന്ന് മാത്രമാണ്. അങ്ങനെയല്ലല്ലോ പറഞ്ഞത്, വേറെ കുറെ. ഈ വാർത്ത ക്യാൻസൽ ചെയ്തേ പറ്റൂ. നിങ്ങൾ ഈ വാർത്ത ക്യാൻസൽ ചെയ്തേ പറ്റൂ. മുഖ്യമന്ത്രി സ്വീകരിക്കാൻ ഞാൻ വന്നത് അതിജീവിതയുടെ രതിജീവിതയുടെ കാര്യം പറയാനാണോ? അധിക്ഷേപിച്ചു. നീ കുറച്ചു നേരമായിട്ട് എന്നെ പഠിപ്പിക്കാൻ ഇല്ല, കുറച്ചു നേരമായിട്ടൊന്നുമല്ല. ഞാൻ വളരെ കൃത്യമായ കാര്യമല്ല മാഡം പറയുന്നത്. കൊച്ചി ആ വാർത്ത ക്യാൻസൽ ചെയ്യും. ഇല്ല, പറ്റില്ല മാഡം. റിപ്പോർട്ടറോ മരമുറിയല്ലേ? മരമുറി എന്നൊന്ന് പറഞ്ഞ പറ്റില്ല മാഡം. ഇതൊരു മോശം വർത്തമാനമാണ് ഇപ്പോൾ മാധ്യമ പ്രവർത്തകർക്കെതിരെ പറഞ്ഞത്. മാഡം ഒരു അഭിഭാഷകയാണ്. സ്വാഭാവികമായിട്ടും ഒരു മാധ്യമ പ്രവർത്തക എടി പൊടി എന്നൊക്കെ വിളിക്കാൻ മാഡത്തിന് ആരാണ് അധികാരം തന്നിരിക്കുന്നത്? റിപ്പോർട്ടറൊന്നും മാറി ഞാൻ പിന്നെ സംസാരിക്കാൻ. റിപ്പോർട്ടറിനോ മാറി നിൽക്കാൻ റിപ്പോർട്ടറിന് ഏത് തരത്തിലുള്ള വിലക്കാണ് മാഡം ഏർപ്പെടുത്തുന്നത്? മാധ്യമ വിലക്ക് ഏർപ്പെടുത്താൻ അഭിഭാഷകയല്ലേ? ഇത് ഭയങ്കര കഷ്ടമായല്ലോ. അല്ല മാഡം, അത് എന്തർത്ഥത്തിലാണ് പറഞ്ഞത്? എനിക്ക് റിപ്പോർട്ടറിനോട് സംസാരിക്കാനില്ല, കൈരളിയോട് സംസാരിക്കാനില്ല. ഇവിടെ എന്നെ കുറിച്ച് അനാവശ്യമായ വാർത്തകൾ ഈ കൂടി സൃഷ്ടിക്കണ കണ്ടു. ആദ്യം റിപ്പോർട്ടർ വാർത്ത കൊടുക്കാൻ പറ്റില്ല. വാർത്തയ്ക്ക് ഫെമിന, വളരെ മോശമായ രീതിയിലാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ് ഇപ്പോൾ ഫെമിനയോട് പ്രതികരിച്ചത്. അതോടൊപ്പം തന്നെ അതിജീവിതയും രതിജീവിത എന്നൊക്കെ വിളിച്ച് അത്രയും മോശമായ രീതിയിലാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ പ്രതികരണം അവിടെ ഉണ്ടായത്. കൈരളി നൽകിയ ലൈവ് അല്ലെങ്കിൽ വാർത്ത കൊടുക്കാൻ പാടില്ല എന്നാണ് ദീപ ജോസഫ് വ്യക്തമാക്കിയത്. റിപ്പോർട്ടറിനോട് സംസാരിക്കും മാഡം. കേരളത്തിൽ പ്രധാനപ്പെട്ട മാധ്യമ പ്രവർത്തനം നമ്മൾ നടത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ട് റിപ്പോർട്ടറിനെ മാത്രം ഒത്തിരി മാധ്യമ പ്രവർത്തനം നടത്തുന്നുണ്ട്. കേസുകൾ ഒത്തിരി ഉണ്ടല്ലേ? എന്താണ് ഇപ്പം മാഡത്തിനെതിരെ കേസുകൾ ഉണ്ടായിട്ടല്ലേ മാഡം ഇപ്പോൾ കേരള ഹൗസ് പോലത്തെ പ്രധാനപ്പെട്ട ഒരു പൊതുസ്ഥലത്ത് വന്ന് നിൽക്കുന്നത്? അല്ല, കേസുകൾ തീരുമാനിക്കുന്നത് ഇവിടെയാണോ? കേരള ഹൗസ്. സ്വാഭാവികമായിട്ടും മാഡത്തിനെ ഡി ബോഡി എന്ന് വിളിക്കാൻ മാഡത്തിന് എന്ത് അവകാശമാണ്? വനിതാ മാധ്യമ പ്രവർത്തക ഒരു വാർത്ത നൽകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടി പറയട്ടെ. ആ കുട്ടിയല്ല, ഞങ്ങള് ഒരു വർഗബോധത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. വർഗബോധം കേട്ടോ. ഒഴിവാക്കടേ. അവർക്ക് ഇഷ്ടമല്ലേ പ്രതികരിക്കേണ്ടത്? അനുവാദമില്ലാതെ എന്നെ കുറിച്ച് ഒരു വാർത്ത കൊടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് കൊടുക്കാം, മുഖ്യമന്ത്രിയെ ഞാൻ സ്വീകരിക്കുന്നു. അഥവാ അങ്ങനെ അല്ലാത്തൊരു വാർത്ത കൊടുത്താൽ ഞാൻ കേസ് ഫയൽ ചെയ്യും. എന്റെ അനുവാദമില്ലാതെ ആ ഒരു ടോപ്പിക്കുമായിട്ട് ഈ കുട്ടി വന്നത് ഞാൻ കേട്ടത് കൊണ്ടാണ്. ഈ കുട്ടി എനിക്ക് റിപ്പോർട്ടറോട് സംസാരിക്കാൻ താല്പര്യമില്ല. ഞാൻ ഒത്തിരി പ്രാവശ്യം പറഞ്ഞു എനിക്ക് താല്പര്യമില്ല. റിപ്പോർട്ടറിനോട് എന്തുകൊണ്ട് സംസാരിക്കാൻ? അതിങ്ങനെ മാഡത്തിന് കഴിയുന്നു ഒരു മാധ്യമത്തെ മാത്രം മാറ്റി നിർത്തുക? താങ്കളുടെ ഗുണം കൊണ്ടാണ്. എന്റെ ഗുണമാണോ ഒരു ചാനലിനെ അധിക്ഷേപിക്കുക എന്നത്? ഞാൻ എന്താണ്, എനിക്ക് താങ്കളുടെ റിപ്പോർട്ടർ ചാനലിനോട് സംസാരിക്കാൻ താല്പര്യമില്ല. അതുപോലെ തന്നെ കൈരളിയോടും. അതുകൊണ്ട് കൈരളി എന്നെ കുറിച്ചുള്ള വാർത്ത ചെയ്യാൻ പറ്റില്ല. മാം, ഇവിടെ മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനായി മുഖ്യമന്ത്രി വന്നില്ലല്ലോ. കേരള ഹൗസിൽ ഇപ്പോൾ വരുമല്ലോ. അത് വരുമ്പോൾ നമുക്ക് കൊടുക്കാം. എന്നെ കുറിച്ചുള്ള വാർത്ത അനാവശ്യമായ വാർത്ത കൊടുക്കാൻ പറ്റില്ല. അത് ആ കുട്ടിക്കറിയാം. ആ കുട്ടി സംസാരിച്ചത് നന്നായിട്ട് ആ കുട്ടിക്കറിയാം. വേറെ ആരോടും എനിക്ക് പ്രശ്നമില്ല. കൈരളി അതുപോലെ തന്നെ റിപ്പോർട്ടർ.
അതെ അവന്തിക, വളരെ നമ്മളിപ്പോൾ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെതിരെയാണ് ഇപ്പോൾ അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കേസിലെ അതിജീവിതയെ അപമാനിച്ച കേസിലെ 2ാം പ്രതി കൂടിയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ്. അത് പറഞ്ഞതാണ് ദീപ ജോസഫിനെ ഇത്ര ക്ഷുഭിതയാകാനുള്ള കാരണം. ഇപ്പോൾ പോലും അവർ അത്തരത്തിലുള്ള വാക്കുകളാണ് പ്രയോഗിച്ചത്. അതിജീവിത, രതിജീവിത, ഇങ്ങനെയുള്ള മോശമായ വാക്കുകളാണ് ഇപ്പോഴും അവർ ഉപയോഗിച്ചത്. അതുകൂടാതെ തന്നെ ഫെമിനയുടെ മൈക്ക് തട്ടിക്കളയാനുള്ള ഒരു ശ്രമവും അവിടെ നടന്നു. കൈരളിയോട് അവർക്കൊന്നും പറയാനില്ല, കൊടുത്ത വാർത്ത പിൻവലിക്കണമെന്നൊക്കെയാണ് അവർ ക്ഷുഭിതയായി പെരുമാറിയത്. അതേ അവന്തിക, നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത്. ഇത്തരത്തിൽ മുഖ്യമന്ത്രി കേരള ഹൗസിലേക്ക് വരുമ്പോൾ ഒരു കേസിൽ പ്രതിയായിട്ടുള്ള 2ാം പ്രതിയായിട്ടുള്ള അഭിഭാഷക കൂടിയായിട്ടുള്ള ഈ ദീപ ജോസഫ് സ്വീകരിക്കാനായിട്ട് കേരള ഹൗസിൽ എത്തി എന്നത് മാത്രമാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ആ റിപ്പോർട്ട് തടയുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചത്. നമ്മൾ വാർത്ത റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത്. അവന്തിക, ഫെമിന ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിൽ ഇത്രമാത്രം ക്ഷുഭിതയാകാനുള്ള കാരണം എന്താണ്? ഈ അഡ്വക്കേറ്റ് ദീപ ജോസഫ് അവരവിടെ ഉപയോഗിച്ച വാക്കുകളൊന്നും അത്ര നല്ല വാക്കുകളല്ല. ഈ ഒരു മാധ്യമ പ്രവർത്തകയ്ക്ക് നേരെ വന്ന് അവരുടെ മൈക്കുകൾ തട്ടിക്കളയാനും മോശമായ രീതിയിലുള്ള പദപ്രയോഗങ്ങളും ഒക്കെയാണ് ഈ അഡ്വക്കേറ്റ് ദീപ ജോസഫ് നടത്തിയത്. അത് തീർച്ചയായും നമ്മൾ കേരള ഹൗസിൽ മുഖ്യമന്ത്രി എത്തുമ്പോൾ സ്വീകരിക്കാനായിട്ട് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടം കേസിലെ 2ാം പ്രതിയായിട്ടുള്ള സുപ്രീം കോടതിയിൽ നിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനം, ഒരു സ്ത്രീയെ മറ്റൊരു സ്ത്രീ വിമർശിക്കുന്നതിനെതിരെ ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള ഭാഷയിൽ ഒരു അധിക്ഷേപ പോസ്റ്റ് ഇടുകയും അധിക്ഷേപിച്ച് സംസാരിക്കുകയും ചെയ്ത ഈ അതിജീവിതയെ അപമാനിച്ച കേസിലെ 2ാം പ്രതിയായിട്ടുള്ള ദീപ ജോസഫ് ഈ കേരള ഹൗസിലെത്തി എന്നുള്ളതാണ് കൈരളി റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ ഈ അഭിഭാഷക കൂടിയായിട്ടുള്ള ഈ ദീപ ജോസ് വന്ന് തടയുകയും അവരെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ എന്ത് അധികാരമാണ് കൈരളിക്ക് ഉള്ളത് എന്ന് ചോദിക്കുകയുമാണ് ചെയ്തത്. നമ്മൾ ഒരു വാർത്ത, മുഖ്യമന്ത്രി കേരള ഹൗസിലേക്ക് എത്തുന്നു, മുഖ്യമന്ത്രി ആയതിനു ശേഷം വി.ഡി. സതീശൻ ആദ്യമായി കേരളത്തിലേക്ക് എത്തുമ്പോൾ അവരെ സ്വീകരിക്കാനായിട്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ മാങ്കൂട്ടം കേസിലെ അതിജീവിതയെ അപമാനിച്ച കേസിലെ ഒരു പ്രതി, 2ാം പ്രതി ഇത്തരത്തിൽ കേരള ഹൗസിലുണ്ട് എന്നത് മാത്രമാണ് കൈരളി റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ റിപ്പോർട്ടിംഗ് ചെയ്യുന്നതിനിടയിൽ ഇത് തന്നെക്കുറിച്ച് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് തടയുന്ന ഒരു രീതിയാണ് ഈ ദീപ ജോസഫ് സ്വീകരിച്ചത്. അത് ഇപ്പോൾ മാധ്യമങ്ങൾക്ക് നേരെ വളരെ ക്ഷോഭിച്ചുകൊണ്ട് മാധ്യമങ്ങളെ തടയുന്ന ഒരു സമീപനമാണ് ദീപ ജോസഫിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഫെമിന, ഒരു കാര്യം കൂടി, ഇപ്പോൾ പോലും രാഹുൽ മാങ്കൂട്ടം കേസിലെ അതിജീവിതയെ അപമാനിച്ച കേസിലെ 2ാം പ്രതി കൂടിയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫ്. എന്നാൽ ഇപ്പോൾ പോലും ഈ അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങളാണ് ദീപ ജോസഫ് നടത്തിയത്. അതേ അവന്തിക, നമുക്ക് ഇപ്പോൾ ഒരു മാധ്യമത്തിലൂടെ നമുക്ക് പറയാൻ സാധിക്കാത്ത തരത്തിൽ അതിജീവിത എന്ന് നമ്മൾ വിശേഷിപ്പിച്ചപ്പോൾ അതിനെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പദപ്രയോഗമാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. നമ്മൾ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിനോടൊരു ശോഭിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല, തന്നെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല എന്ന തരത്തിലാണ് ഈ ദീപ ജോസഫിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന സമീപനം. മാധ്യമങ്ങൾക്ക് നേരെ ക്ഷോഭിച്ചുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് ദീപ ജോസഫിൻ്റെ ഭാഗത്ത് നിന്നുണ്ടായത്. കൈരളി ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത്. എന്നാൽ കൈരളിയോട് സംസാരിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ആരാണ് റിപ്പോർട്ട് ചെയ്യാൻ എന്നൊക്കെ തരത്തിലുള്ള വളരെ ക്ഷോഭിച്ചുകൊണ്ടുള്ള ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുക മാത്രമാണ് ചെയ്തത്. മാത്രമല്ല, നമ്മൾ സത്യസന്ധമായിട്ട് ഇത്തരത്തിൽ ഒരു കേസിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ലൈംഗിക പീഡന കേസിലെ പ്രതിയായിട്ടുള്ള 2ാം പ്രതി, ലൈംഗിക പീഡന കേസിൽ അതിജീവിതയെ അപമാനിച്ച കേസിൽ 2ാം പ്രതിയായിട്ടുള്ള, ഇതുവരെ മുൻകൂർ ജാമ്യം ലഭിക്കാത്ത, അറസ്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് വിദേശത്തേക്ക് കടന്നു കളയുകയും ജാമ്യം ലഭിക്കാതെ ഇപ്പോഴും മുൻകൂർ ജാമ്യം ഈ അഡ്വക്കേറ്റ് ദീപ ജോസഫിന് ലഭിച്ചിട്ടില്ല. അത്തരത്തിൽ ഒരു 2ാം പ്രതി, പ്രത്യേകിച്ച് അവർ സുപ്രീം കോടതിയെ സമീപിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് വലിയ തരത്തിലുള്ള ഒരു വിമർശനമാണ് ഉണ്ടായത്. പ്രത്യേകിച്ച് ഒരു അതിജീവിതയെ, ഒരു സ്ത്രീയെ വളരെ മോശമായിട്ടുള്ള ഒരു ഭാഷയിൽ അപമാനിച്ചതിന് അഭിഭാഷക കൂടിയായിട്ടുള്ള അവർക്കെതിരെ ശക്തമായിട്ടുള്ള ഭാഷയിലാണ് സുപ്രീം കോടതി വിമർശിച്ചത്. ഇത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കേരള ഹൗസിന് മുമ്പിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഈ റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിൽ അവർ രോഷാകുലരായി
രൂക്ഷരാവുകയും മാധ്യമങ്ങളോട് വളരെ ക്ഷോഭിച്ചുകൊണ്ടാണ് അവർ ഇടപെട്ടത്. പ്രത്യേകിച്ച് കൈരളി ന്യൂസിനോട് ഇത്തരത്തിൽ ഇങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ തടയാനുള്ളൊരു ശ്രമമാണ് അവരുടെ ഭാഗത്ത് നിന്നുണ്ടായത്. നമ്മളെ കടന്നാക്രമിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ തടയാൻ ശ്രമിക്കുകയാണ് ചെയ്തത്. മറ്റുള്ള മാധ്യമപ്രവർത്തകരോടും വളരെ മോശമായിട്ടാണ് സംസാരിച്ചത്. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായിട്ട് കേരള ഹൗസിലേക്ക് വരുമ്പോൾ ഇത്തരത്തിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വിമർശനമേറ്റ ഒരു കേസിലെ അതിജീവിതയെ അധിക്ഷേപിച്ച കേസിലെ പ്രതിയായിട്ടുള്ള ഒരു അഭിഭാഷക കൂടിയായിട്ടുള്ള ഒരു സ്ത്രീ ഇത്തരത്തിൽ സ്വീകരിക്കാൻ വരുന്നതിനെയാണ് നമ്മൾ റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ അതിനെ തടയുകയും ക്ഷോഭിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് ഇടപെടുകയും ചെയ്യുകയാണ് ഇപ്പോൾ ദീപ ജോസഫ് ചെയ്തത്.